ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടയാണ് കേട്ടോ. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 2 കപ്പ് കടലപ്പരിപ്പ് ഞാൻ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, 1 മണിക്കൂർ. ഇനി അതൊരു കുക്കറിലോട്ട് വെച്ചിട്ട് നമുക്ക് 2 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഞാനിതവിടെ വേവിച്ചെടുത്തിട്ട് നന്നായിട്ട് പാകമായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. 2 വിസിൽ തന്നെ കറക്റ്റ് വേവാണ്. നമുക്കിതിലേക്ക് തേങ്ങ ചേർത്തെടുക്കാം. നമ്മൾ എത്ര തേങ്ങയാണോ ചേർക്കുന്നത് അത്രയും ടേസ്റ്റാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം തേങ്ങ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്തെടുക്കാം. നമ്മളെ തീൻ ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണം അതേപോലെ തന്നെ ഞാനിതവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇങ്ങനെ ചെറിയ ബോൾസ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. അത്ര വലുപ്പമൊന്നും വേണമെന്നില്ല. നമ്മളിതുപോലെ തന്നെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ഓയിൽ ചേർത്തെടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. നമ്മുടെ നാട്ടിലൊക്കെ പല്ലടക്കൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കാറുള്ളത്. നമ്മൾ അടിപൊളിയായിട്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്